ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തന്നെ സ്വന്തം വാക്യത്തിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഡെമോഗ്രാഫിക്സ്. ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത് പോപ്പുലേഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ്. അതായത് ഇപ്പം ഒരു സ്ഥലത്തുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വീട്ടിലുള്ള ആളുകളുടെ ഏജ് ഗ്രൂപ്പ്, ഓക്കെ, എത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്, അവരുടെ ഏജ് ഗ്രൂപ്പ് എങ്ങനെ വരുന്നു, ഓക്കെ, അതിനനുസരിച്ച് ആ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡിൽ മാറ്റങ്ങൾ വരാം. Okay, age affects travel patterns in several ways. Vehicle travel tends to increase as adolescents become adults. Peaks at 30 to 60 years when employment responsibilities are greatest, and then declines as people retire and age. ഇപ്പോൾ ആളുകൾ കൂടുതലും യാത്ര ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ തീരെ കുഞ്ഞുങ്ങളാകുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാവുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഓക്കെ, എന്നാൽ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 20s ഒക്കെ കഴിയുമ്പോഴത്തേനും യാത്ര ഇൻക്രീസ് ചെയ്ത് വരുന്നു. എന്നാൽ മാക്സിമം ഒരു ട്രാവൽ വരുന്നത് 30 to 60 ഇയേഴ്സിലാണ് അല്ലെ, ആളുകളെല്ലാം ജോലി ചെയ്യാൻ പോകുന്നു. ഓക്കെ, ആ റിട്ടയർ ആവുന്ന ആ ഒരു ഏജ് വരെ. അപ്പം ഒരു സ്ഥലത്തുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ആളുകളുടെ എണ്ണം, അവരുടെ ഏജ് ഗ്രൂപ്പ്, ഓക്കെ, ഈ കാര്യങ്ങൾ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ഏജ് ഗ്രൂപ്പ് 30 to 60 ആളുകൾ കൂടുതലായിട്ടും യാത്ര ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് കൂടുതലായിരിക്കും. രണ്ടാമത്തത് ഇൻകം. ഓൾറെഡി പറഞ്ഞല്ലോ, ആളുകളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഓക്കെ, ഇപ്പം വാഹനങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന കൂടും അല്ലെ, സ്വന്തമായിട്ട് വാങ്ങിക്കുന്നത് കൂടും. മോട്ടോർ വെഹിക്കിൾ ഓണർഷിപ്പ് ആൻഡ് ട്രാവൽ ടെൻഡ് ടു ഇൻക്രീസ് ആസ് household incomes rise from low to moderate level but plateaus at high incomes. ഓക്കെ, അപ്പോൾ ആളുകൾ കൂടുതലായിട്ടും വാഹനങ്ങൾ വാങ്ങുന്നത് അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് വാങ്ങാനുള്ള സാഹചര്യമുണ്ട്. അതിനനുസരിച്ചിട്ട് ആളുകളുടെ ട്രാവലിന്റെ എണ്ണവും ട്രിപ്സിന്റെ എണ്ണവും കൂടും. അതായത് ട്രാവൽ ഡിമാൻഡ് അവിടെ കൂടും. അത് ഇപ്പം എയറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫ്ലൈറ്റിന്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ, ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾ കൂടുതലും ഫ്ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവിടെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റിയാണ് അല്ലെ, അവിടെ പ്രൈസ് അല്ല. ഇപ്പൊ നമുക്ക് ഇൻകം കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സർവീസ് ക്വാളിറ്റി, സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും നോക്കുക. ഇപ്പം ഇൻകം ഒരു ഫാക്ടറാണ് ഡിമാൻഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. ഇപ്പൊ വാഹനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ, അതായത് ആളുകളുടെ ഇൻകം കൂടുമ്പോൾ വാഹനങ്ങൾ കൂടുതൽ വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ കൂടുതലും സ്വന്തമായിട്ട് ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് അവിടെ ട്രാവലും വരാം. ഒരു വീട്ടില് 3 അഡൽട്ട് ഉണ്ടെങ്കിൽ 3 പേരും ഡിഫറെന്റ് സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ 3 പേർക്ക് ഇപ്പൊ വാഹനങ്ങൾ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ട്. ഒരു കാർ അല്ലെങ്കിൽ 2 ബൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് 3ഉം അവര് ജോലിക്ക് പോകുമ്പോൾ അല്ലെ 3 ആൾക്കാർ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം ഫ്ലൈറ്റും ഒക്കെ ആണെങ്കിൽ അതിൽ ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നതും ഇൻകം ബേസ് ചെയ്തിട്ടായിരിക്കും നോർമലി അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് റോഡ് വഴിയോ അല്ലെങ്കിൽ ട്രെയിൻ വഴിയോ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇൻകം കൂടുതലുണ്ടെങ്കിൽ ആളുകൾ കൂടുതലായിട്ടും എയർ ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ എയർ ട്രാൻസ്പോർട്ടേഷന് ഡിമാൻഡ് കൂടും. അപ്പൊ ഇൻകം എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. ഫസ്റ്റ് വൺ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത് അവരുടെ പോപ്പുലേഷൻ, അവരുടെ ഏജ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. രണ്ടാമത് ഇൻകം. മൂന്നാമത്തെ ജോഗ്രഫിക് ലൊക്കേഷൻ, അതായത് മെയിൻ ടൗൺ ഏരിയന്റെ അടുത്തൊക്കെയാണ് ആളുകൾ താമസിക്കുന്നതെങ്കിൽ ഓക്കെ, അപ്പം അവർക്ക് where people live and work significantly affects their travel activity. Residents of more compact multimodal urban communities tend to own fewer motor vehicles, drive less, and rely more on alternative modes than they would if located in automobile dependent suburban communities. Okay, മെയിൻ സെന്റേഴ്സിലാണ് താമസിക്കുന്നതെങ്കിൽ, ഓക്കെ, മെയിൻ ഇപ്പം ജോലിക്ക് പോകാനും അതുപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെയുള്ള പറ്റുന്ന മെയിൻ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ അല്ലെ, ആളുകൾക്ക് നടന്നു പോകാനായിട്ട് പറ്റും, അവരുടെ സൈക്കിൾസ് യൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം സ്വന്തമായിട്ട് വെഹിക്കിൾസ് എടുത്ത് പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരു പക്ഷെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, നല്ല സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ. ഓക്കെ, എന്നാൽ കുറച്ച് ദൂരെയാണ് അല്ലെങ്കിൽ ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്, ബസ് സൗകര്യം കുറവാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ
അവരുടെ സ്വന്തം വാഹനങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ കുറച്ചും കൂടി സ്വന്തം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിന്റെ ഒരു ഡിമാൻഡ് അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ജോഗ്രഫിക് ലൊക്കേഷൻസ്, ഓക്കെ, അതെങ്ങനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, യാത്ര ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലമാണോ, എത്തിപ്പെടാൻ നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ എത്താൻ പറ്റുന്ന സ്ഥലമാണോ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഡിമാൻഡിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, ഇനി അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ്. അതായത് ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി സ്വന്തം വാഹനങ്ങൾ എടുത്ത് ട്രാവൽ ചെയ്യുന്നതിന്റെ ഒരു ഡിമാൻഡ് അല്ലേ അവിടെ കുറയും. കാരണം അവിടെ സപ്ലൈ വരുമ്പോൾ അവിടെ കൂടുതൽ സപ്ലൈ ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവിടെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഡിമാൻഡിന് അവിടെ ഓട്ടോമാറ്റിക്കലി എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ്, ഏതൊക്കെ തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും സൈക്ലിങ്ങും വാക്കിങ്ങിനൊക്കെ കൂടുതൽ പ്രാധാന്യം ഉണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്വന്തമായിട്ട് എടുത്തു പോകുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, കൂടുതൽ ഇപ്പൊ നമ്മൾ വാഹനങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ചെലവാകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂ ടെക്നോളജീസ്, അപ്പോൾ ഡിമാൻഡ് ഡിക്ലൈൻസ് ഡ്യൂ ടു ഇംപ്രൂവ്മെന്റ്സ് ടു ആൾട്ടർനേറ്റീവ് മോഡ്സ് ഡിപ്പെൻഡിങ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ പോളിസി ആൻഡ് പ്ലാനിങ് പ്രാക്ടീസ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ, ഓക്കെ, ഓരോ സ്ഥലത്തെ പുതുതായിട്ട് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ പോളിസി, അതിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷന്റെ ഡിമാൻഡ് കുറയാം. ഓക്കെ, ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഇപ്പം ഒരു മെട്രോ വന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് ടൗൺ ഏരിയാസിലൂടെ സഞ്ചരിക്കുന്നതിന് കൺജഷൻ ഉള്ള സ്ഥലത്ത് വേറെ ഏതെങ്കിലും ഇതുപോലെയുള്ള മെട്രോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈറ്റ് മെട്രോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ ആ ടെക്നോളജീസ് യൂസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി സ്വന്തം വാഹനങ്ങളിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡിമാൻഡ് കുറയും. ഹെൽത്ത് കൺസേൺസ്, ഹെൽത്ത് ഒരു ഫാക്ടറാണ് അല്ലെ. കാരണം ആളുകൾക്ക് സൈക്ലിംഗ് അല്ലെങ്കിൽ വാക്കിംഗ് ത്രൂ പോകാൻ പറ്റുവാണെങ്കിൽ അത് അവരുടെ ഹെൽത്തിന് അത് ഗുണം ചെയ്യും. ഓക്കെ, അപ്പം ആളുകൾ കൂടുതലായിട്ടും ഈ സ്വന്തം വാഹനങ്ങളിൽ പോകുന്നതിന് പകരം വാക്ക് ചെയ്തിട്ടോ സൈക്ലിംഗ് യൂസ് ചെയ്തിട്ടോ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അപ്പം വാക്കിങ്ങിന്റെയും സൈക്ലിങ്ങിന്റെയും ഡിമാൻഡ് അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, ഇനി എൻവയറമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എൻവയറമെന്റൽ ഫാക്ടേഴ്സ് മെയിൻ ആയിട്ട് കൂടുതൽ വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓൺ വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ പൊല്യൂഷൻസ് കോസ് ചെയ്യുന്നുണ്ട്, അത് പ്രകൃതിയെ നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പലരും ഒരു സ്വന്തം വാഹനങ്ങളിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം കുറയാം, അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു ചെറിയ അളവിലെങ്കിലും കുറയാനുള്ള സാഹചര്യമുണ്ട്. ചിലപ്പം ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെക്കാം അല്ലെ, സ്വന്തം വാഹനങ്ങളിൽ ഇറങ്ങരുത്, അല്ലെങ്കിൽ ഇപ്പൊ ഒറ്റ അക്കം ഉള്ള വാഹനങ്ങൾ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആളുകൾ സ്വന്തം വാഹനങ്ങളിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം കുറയും. അപ്പോൾ എൻവയറമെന്റൽ ഫാക്ടേഴ്സും ഒരു കാര്യമാണ്. ഓക്കെ, അതായത് ആ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡൽഹിയിലൊക്കെ നമുക്കറിയാം ആ പൊല്യൂഷൻ കൂടുന്ന സമയത്ത് അല്ലെ, ആ സമയത്ത് ആ വെഹിക്കിൾസ് ഇത്ര ഒറ്റ അക്ക വരുന്ന വാഹനത്തിന്റെ നമ്പറുള്ള വാഹനങ്ങൾ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ, അതുപോലെ അടുത്ത ദിവസം ഇരട്ടക്ക വരുന്നത് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് കൺട്രോൾ ചെയ്യും അല്ലെ. അപ്പൊ എൻവയറമെന്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഈ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അതുപോലെ ക്വാളിറ്റി ഓഫ് അവൈലബിൾ ട്രാൻസ്പോർട്ട് ഓപ്ഷൻ. ഓക്കെ, ഇഫ് there are less traffic congestions, improvement in public transportation service, walking and cycling conditions ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പം ലെസ് ട്രാഫിക് കൺജഷൻസ് ആണെങ്കിൽ ആളുകൾ കൂടുതൽ വാഹനങ്ങൾ എടുത്തിറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ലെ. അവിടെ ഡിമാൻഡിന് ഒരു ഇൻക്രീസ് ഉണ്ട് യാത്ര ചെയ്യാനുള്ള അല്ലെ. അവിടെ കൺജഷനിലൊക്കെ പെടുവാണെങ്കിൽ ആളുകൾ വാഹനങ്ങൾ എടുത്ത് ട്രാവൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം കുറവായിരിക്കും. ഓക്കെ, അപ്പം കൺജഷൻസ് കുറവാണെങ്കിൽ അവിടെ കൂടുതൽ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഓക്കെ, ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാണെങ്കിലും ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെയും യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നു. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഡിമാൻഡ് കൂടുന്നു.
അതുപോലെ വാക്കിംഗ് സൈക്ലിംഗ് കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിലാണ്. ഓക്കെ, ഇപ്പം പല ആക്ടിവിറ്റീസ് ചെയ്യാൻ വാക്കിംഗ് ആൻഡ് ബൈ സൈക്ലിംഗ് എത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടുന്നു. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് സാഹചര്യത്തിനനുസരിച്ചിട്ട് ഓരോന്നിന്റെ ഡിമാൻഡ് കൂടുകയും കുറയും ചെയ്യുന്നതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ക്വാളിറ്റി ഓഫ് അവൈലബിൾ ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ്. അവിടെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ ഡിമാൻഡ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലാൻഡ് യൂസ് ഫാക്ടേഴ്സ്. ഓക്കെ, ലാൻഡ് യൂസ് ഫാക്ടേഴ്സ് പറയുമ്പോൾ ഇപ്പം മിക്സ്ഡ് ലാൻഡ് യൂസ് ആണ്. ഓക്കെ, മിക്സ്ഡ് ലാൻഡ് യൂസ് ആണെങ്കിൽ ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ അല്ലെ, ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലം വരുന്നു, താമസിക്കുന്ന സ്ഥലം വരുന്നു, സ്കൂളിംഗ്, ഹോസ്പിറ്റൽസ്, അതുപോലെ ഷോപ്സ് വരുന്നു. ഇതെല്ലാം വരുമ്പോൾ ഒരൊറ്റ സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാം പോസിബിൾ ആണ്. പല ആക്ടിവിറ്റീസും നമുക്ക് ഒരൊറ്റ സ്ഥലത്ത് തന്നെ ചെയ്യാൻ പറ്റും, റിക്രിയേഷണൽ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അവിടെ ട്രാവൽ ചെയ്യുന്ന ഒരു സാഹചര്യം കുറയും, ട്രാവൽ ഡിമാൻഡ് അവിടെ ഓട്ടോമാറ്റിക്കലി കുറയും. ഓക്കെ, അപ്പൊ ലാൻഡ് യൂസ് ഫാക്ടേഴ്സ് എങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ലാൻഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം മിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ്, ട്രാവൽ ഡിമാൻഡ് കുറയും. ഓക്കെ, ലോക്കൽ നെയ്ബർഹുഡ് റീറ്റെയിൽ ആൻഡ് സർവീസ് ക്വാളിറ്റി. ഇപ്പം അടുത്തുള്ള, ഇപ്പൊ താമസിക്കുന്ന അടുത്ത് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയിലും എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അവിടെ ഒരു ഡിമാൻഡ്, ട്രാവൽ ഡിമാൻഡ് അവിടെ കുറയാണ് ചെയ്യുന്നത്. ആളുകൾ കൂടുതലും അടുത്തുനിന്ന് തന്നെ ബൈ വാക്കബിൾ ഡിസ്റ്റൻസ് എല്ലാം പോവാം. ഓക്കെ, അപ്പൊ ലാൻഡ് യൂസ് ഫാക്ടേഴ്സ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ലാൻഡ് യൂസ് ചെയ്തിരിക്കുന്നു, അത് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ള ലാൻഡ് യൂസ് ഉള്ളത്, മിക്സ്ഡ് ആണോ. ഓക്കെ, അതെല്ലാം ബേസ് ചെയ്തിട്ട് ഡിമാൻഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഡെമോഗ്രാഫിക്സ്, ആളുകളുടെ പോപ്പുലേഷൻ, അവരുടെ ഏജ് ഗ്രൂപ്പ്. ഓക്കെ, അതിനനുസരിച്ചിട്ട് ഡിമാൻഡിൽ മാറ്റങ്ങൾ വരാം. ഇൻകം, ആളുകളുടെ ഇൻകം, ഓക്കെ, അത് കൂടുന്നതും കുറയുന്നതിനനുസരിച്ച് ട്രാവൽ ഡിമാൻഡിൽ മാറ്റം വരാം. ജോഗ്രഫിക് ലൊക്കേഷൻസിനെ ബേസ് ചെയ്തിട്ട്, ഓക്കെ, ആളുകൾ താമസിക്കുന്ന ലൊക്കേഷനിലെ സാഹചര്യം. ഓക്കെ, അവിടുന്ന് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട സാഹചര്യം ആണെങ്കിൽ അവിടെ ട്രാവൽ ഡിമാൻഡ് കൂടും. അല്ല, നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലൊക്കെ കിട്ടാവുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ട്രാവൽ ഡിമാൻഡ് അവിടെ കുറയും. കാരണം എല്ലാ കാര്യങ്ങളും നിയർ ബൈ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, മെയിൻ സെന്ററിലാണ്. ഓക്കെ, ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് മാറ്റങ്ങൾ വരും. ഇനി അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ്. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പല ഓപ്ഷൻ, സൈക്ലിംഗ്, വാക്കിംഗ്, ഓക്കെ, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓരോന്നിന്റെയും ഡിമാൻഡ് അതിനനുസരിച്ച് കൂടും. നല്ല വാക്കിംഗ്, സൈക്ലിംഗ് ഒക്കെ ഉള്ള ഫെസിലിറ്റിയുള്ള സ്ഥലമാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടും. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പൊ എല്ലാ സ്ഥലത്തേക്കും ഡയറക്റ്റ് ആക്സസ് ഒക്കെ കൊടുക്കുന്ന തരത്തിലാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ ഒരു ഫാക്ടറാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ട്രാവൽ ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യും, കുറയും. ടെക്നോളജി വരുന്നതിനനുസരിച്ച് ട്രാവൽ ഡിമാൻഡ് കുറയും, അല്ലെ? കാരണം പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നോർമൽ മോഡ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വരുന്ന സമയത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആളുകൾ കൂടുതലായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് അവിടെ കുറയാണ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസ് വരുന്ന സമയത്ത്. ഈ ഹെൽത്ത് കൺസേൺസ്, ആളുകൾ കൂടുതലും വാക്കിംഗ്, സൈക്ലിങ്ങിനൊക്കെ പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഡിമാൻഡ് കൂടുന്നു. കാരണം ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹെൽത്തിന്റെ കാര്യം കൂടെ അവർ യാത്ര ചെയ്യുന്നതിനൊപ്പം ഹെൽത്തും കൂടെ അവിടെ മെയിൻറ്റെയിൻ ആവുന്നത് കൊണ്ട് അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡിനെ ഹെൽത്ത് കൺസേൺസ് അഫക്ട് ചെയ്യുന്നു. എൻവയോൺമെന്റൽ കൺസേൺ, എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ദോഷവശങ്ങൾ ചിന്തിച്ചു കഴിയുമ്പോൾ ചില ആളുകൾ ഒരു പക്ഷേ ട്രിപ്പ് കുറയ്ക്കാം, ഓക്കെ, യാത്ര ചെയ്യുന്നത് കുറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. ക്വാളിറ്റി ഓഫ് അവൈലബിൾ ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ, ഓക്കെ, കൺജഷൻസ്, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യാം. ലാൻഡ് യൂസ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ആ പർട്ടിക്കുലർ ലാൻഡ് യൂസ് ഉള്ളത്. ഓക്കെ, മിക്സ്ഡ് ആണ്. ഓക്കെ, അതിന്റെ ഡെൻസിറ്റി, അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്
അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള ലോക്കൽ നെയ്ബർഹുഡിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. സർവീസ് കാര്യങ്ങളും ഒക്കെ നല്ല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ റോഡ് വേ കണക്ടിവിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പ്രോപ്പർ ആയിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളും, ഒന്നിലധികം റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ട്.